ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ എന്തൊക്കെ പാടെല്ലാവർക്കും? കുറേ ദിവസമായി അപ്പോൾ വീഡിയോസൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് നമ്മൾ കോഴിക്കൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് അസുഖം വരാതിരിക്കാനും അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ കൊടുക്കേണ്ടത് തണുപ്പിനും വേണ്ടിയിട്ടൊക്കെ, അതേപോലെ തന്നെ കോഴിപ്പേനും കാര്യങ്ങളൊക്കെ വന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടത്, മതി അസുഖം വന്നു കഴിഞ്ഞാൽ കോഴിക്കൊക്കെ ഈ തുരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ചൂടുകാലത്താണല്ലോ ഈ തുരുപ്പ്, കോഴിപ്പേന് കാര്യങ്ങളൊക്കെ പൊന്തി വരല്. അപ്പം നമ്മൾ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്നും അതിൻ്റെ ഒക്കെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ താഴത്തുള്ള കോഴിക്കുട്ടികളാണ് വിട്ടിക്കണ്. പിന്നെ തള്ളക്കോയിനും കുട്ടികളെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെയും വിട്ടയച്ച്. പിന്നെ അത് ആ പഞ്ചായത്ത് കോയിനെ കിട്ടിയെന്ന് പറഞ്ഞിനി, 5 ഉണ്ട്. അപ്പോൾ 5 കോയിനെയും വിടും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിട്ട് വിടാൻ വിചാരിച്ച്. അങ്ങനെ ചില ടൈമിൽ ഉച്ചക്കൊക്കെ വിടൽ. നമ്മൾ ഫസ്റ്റ് ഈ കോയിനെ കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ കോഴിത്തീറ്റയാണ് കൊടുത്തിരുന്നത്. പിന്നെ നമ്മളെ ഫുഡ്ക്ക് ഇങ്ങോട്ട് ഓരോ മാറ്റിയെടുക്കണമല്ലോ. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഓരോ ഫുഡ് മാറ്റിയാൽ ഒരു കോഴിത്തീറ്റ തിന്നുകാണ്ട് വലുതായിക്കാണ്ടാണ് നമ്മളെടുത്തേക്ക് എത്തൽ. അപ്പോൾ പിന്നെ നമ്മൾ കോഴിത്തീറ്റ സ്റ്റാർട്ടറിൽ കുറച്ച് ചോറ്, അതേമാതിരി ഫസ്റ്റ് സ്റ്റാർട്ടർ ഇങ്ങനെ കൊടുക്കും. പിന്നെ സ്റ്റാർട്ടറിൽ നിന്ന് മെല്ലെ അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ചോറും ഇതൊക്കെ അങ്ങനെ കൊടുക്കും. കുറച്ച് സ്റ്റാർട്ടറും പിന്നെ കുറച്ച് ചോറും അങ്ങനെ ആക്കി ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ചോറും പിന്നെ തലേന്നൊക്കത്തെ ചോറും പിന്നെ മീനിൻ്റെ വേസ്റ്റൊക്കെ കൂടിയാണ് നമ്മൾ കോഴിക്കൾക്ക് കൊടുക്കുന്നത്. പിന്നെ ചോറൊക്കെ നമ്മൾ തള്ളക്കോഴിക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഓർക്ക് നെയ്യ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടൽ നിൽക്കൂട്ടാ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അധികം നമ്മൾ വേസ്റ്റും ചോറൊന്നായിട്ട് കണ്ട് കൊടുക്കാൻ പാടില്ല. അത് ഏത് കോഴിക്കൊക്കെ ആയാലും നെയ്യ് കിട്ടും. പിന്നെ അവർക്ക് അസുഖം ഉണ്ടാവും. പിന്നെ അസുഖം ഇല്ലാതിരിക്കാൻ നമ്മൾ ഫുഡ് കുറച്ചിച്ച് കൊടുക്കുക. ഈ ചോറും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കോഴിക്കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ കൊത്തിപ്പെറുക്കി എല്ലാം തിന്നുന്നുണ്ട്. മീനിൻ്റെ ഒക്കെ വേസ്റ്റ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് കറിയൊക്കെ ഒഴിച്ച് കണ്ടിട്ട് നമ്മൾ കൊടുക്കുക. നമ്മൾ തലേന്നൊക്കത്തെ കറിയൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. മീനിൻ്റെ വേസ്റ്റും അതേപോലെ തന്നെ ചോറും ഇതൊക്കെ ഉണ്ടാവും. രാവിലത്തെ കടിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. അതുമാതിരി ഇപ്പോൾ നോമ്പല്ലേ, അപ്പോൾ നോമ്പ് നമ്മൾ അത്താഴത്തിന് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അതും തരും. അങ്ങനെ കോഴിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു മുട ഇവിടെ കിടക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒന്ന് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇന്ന് സ്കൂൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കോഴിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഈ മുകളിലത്തെ കോഴിക്കൂട് ഇന്ന് വൃത്തിയാക്കണില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. മേലത്തെ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കിയിരിക്കണ്. അത് ഉമ്മയാട്ടോ വൃത്തിയാക്കിയത്. അപ്പോൾ ഇന്ന് സ്കൂൾ ചെയ്യാത്തതുകൊണ്ട് ഞാനിന്ന് ഈ കോഴിക്കൂട് വൃത്തിയാക്കാൻ പോവുകയാണ്, ഈ മരത്തിൻ്റെ കോഴിക്കൂട്. കാരണം ഈ മരത്തിൻ്റെ കോഴിക്കൂട്ടിൽ വേഗം കോഴിപ്പേൻ വരും. അപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കോഴിപ്പേൻ കുഞ്ഞതായതുകൊണ്ട് കാണാൻ പെട്ടെന്ന് പണിയാണ്. പിന്നെ നമ്മളെ മേത്തൊക്കെ കടിച്ചുവിട്ടായി ഈ കോഴിപ്പേന്. മേത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ട അവസ്ഥയാണ്. അപ്പോൾ ആ ശല്യം നല്ല ഉണ്ടാവും ഈ കോഴിപ്പേൻ ഉണ്ടായാൽ. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ കൂട്ടിലാണ് ഇത് പെട്ടെന്ന് വരിക. പിന്നെ കൂട് വിശാലതയുള്ള കോഴിക്കൂട്ടിലൊന്നും പെട്ടെന്ന് വരില്ല. പിന്നെ ഇത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന കോഴിക്കുട്ടികളും അല്ല. അപ്പോൾ പിന്നെ വേറെ സ്ഥലത്തു നിന്ന് നമ്മളെ പെരയ്ക്ക് വരികയാണ്. അപ്പോൾ പിന്നെ അവർ മേത്തിന് കോഴിപ്പേൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്ക് ഓരോരോ കൂട്ടിലാക്കുക. വേറെ കോഴിക്കളപ്പോൾ കൂടുതലൊന്നും ഇടരുത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചിപ്പിളിപ്പൊടി ഇട്ടി, നമ്മൾ മരപ്പൊടി, ഇവിടെ മരപ്പൊടിക്ക് ചിപ്പിളിപ്പൊടി എന്നാണ് പറയുക. നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയലെന്നാവും. അങ്ങനെ ചിപ്പിളിപ്പൊടി ഇട്ടീന്ന് ഇങ്ങനെ താഴത്തോർക്ക് ഇങ്ങനെ കിടന്ന് ചിക്കിപ്പറത്താനും വേണ്ടിയിട്ട് അതൊക്കെ നമ്മളിങ്ങനെ ഒരു ചൂലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ചുകാണ്ട് നമ്മൾ മുറത്തേക്ക് എടുത്തിടാം. അപ്പോൾ ഇതാ ഞാൻ ഒരു കൂട് വൃത്തിയാക്കി കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇനി അടുത്ത കൂടാണ്. അപ്പോൾ ഈ കൂടും കൂടി വൃത്തിയാക്കിയാൽ ഈ 2 കൂടേ ഉള്ളൂ മരത്തിൻ്റേത്. ഇവിടെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബാർപ്പിൻ്റെ ഒക്കെ കൂടാണ്. നമ്മൾ ഈ അമ്മിയൊക്കെ വെക്കണതിൻ്റെ അടിയിലുള്ളൊരു കൂടാണ് ആ ഫസ്റ്റ് കോഴിക്കുട്ടികളെ കാണിച്ചതിൻ്റെ കൂട്. പിന്നെ ഒന്ന് വെറുകേരൻ്റെ മേലെയാണ്. ബർഗറിൻ്റെ മേലെ 2 കൂടുണ്ട്. ഉള്ളിൽ ഒരു കൂടിൻ്റെ വലിയ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പിക്കൂടും വെച്ചിട്ടുണ്ട് കോഴിക്കുട്ടികളും കാര്യങ്ങളൊക്കെ ആക്കാൻ. അപ്പോൾ അതാ താഴത്തുള്ള കൂട് മരത്തിൻ്റെതാണ്. 2 റൂമാണ് അതിനുള്ളത്.
അപ്പോൾ അതിന് നമ്മൾ ചിപ്പിളിപ്പൊടിയൊക്കെ വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കോഴിപ്പാൻ വരുന്നുണ്ട്, ചെറുതായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കോഴിക്കളെ മേത്താണ് നിറച്ചുള്ളത്. അപ്പോൾ നമ്മൾ കോഴിക്കളെ മേത്തുള്ളതൊക്കെ മാറ്റാൻ ഒരു മരുന്നുണ്ട്, വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ മുക്കിയെടുക്കണം. അത് ലാസ്റ്റ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടിൽ കുറച്ച് ചിപ്പിളിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിപ്പാൻ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടുകൊടുക്കാതിരിക്കണം കേട്ടോ നല്ലത്. ചിപ്പിളിപ്പൊടി അങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കിടക്കണതാണ് നല്ലത്. മരത്തിൻ്റെ ആ ഒരു തീമ തന്നെ പലകമ്മ അങ്ങനെ അവിടെ കിടന്നോട്ടെ വെക്കുക. എന്നിട്ട് കോഴിപ്പാനൊക്കെ മാറിയതിൻ്റെ ശേഷം ചിപ്പിളിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുക്കണവർക്ക് ചിക്കിപ്പരത്തി അതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു ചിക്കിപ്പരത്തി ഇങ്ങനെ കൊത്തി തിന്നോളും. കുറേ നേരത്തിന് അവർക്ക് തിന്നാനും ഉണ്ടാവും. പിന്നെ അവർക്കൊരു എൻജോയ്മെൻ്റായി കഴിച്ചോളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവരെയാണ് നമ്മൾ വെള്ളത്തിൽ മുക്കാൻ പോണത്. ഓരോ മേത്താണ് കോഴിപ്പാനുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനൊരു ലിക്വിഡാണ് കേട്ടോ. ഇതിന്മേൽ നോക്കി ഇതിൻ്റെ പേര് ഞാൻ എന്താണ് അങ്ങനെ എന്തൊരു പേരാണ്. ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിക്കാണ്. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ലിക്വിഡ് ഇതേപോലെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവും അതിൻ്റെ ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂടി ഉണ്ടാവും നമ്മൾ അളവൊക്കെ നോക്കണേ. അപ്പോൾ 1 ലിറ്റർക്ക് അതിന്മേൽ 2 ml 1 ml ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞങ്ങൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിക്കൊരു 1 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ വെള്ള കളർ നമ്മൾ വെള്ളത്തിൻ്റെ ഒക്കെ മാതിരി ഇങ്ങനെ തോന്നും. പിന്നെ ഇത് കുട്ടികളുള്ളിടത്തൊന്നും വെക്കരുത്. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ നമ്മൾ താഴത്തൊന്നും വെക്കരുത് കേട്ടോ. ഓരൊക്കെ എടുത്ത് കുടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മാറ്റി വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ അത് വേറൊരു വെള്ള കളറാവും. അപ്പോൾ മുക്കുമ്പോൾ സൂക്ഷിച്ച് മുക്കുക. ഓരോ തല മേപ്പോട്ട് പിടിച്ചിട്ട് ഉടലുമ്പോൾ മാത്രം ആക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുക. എന്നിട്ട് വെള്ളത്തിലാണ് മുക്കിയാണ്ട് പുറത്തേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഒരു വെയിലത്തേക്കൊക്കെ പോയി ഒന്ന് നടന്ന് ഒന്നൊരു വൈകുന്നേരം ആകുമ്പോൾ പിന്നെ നമ്മൾ കൂട്ടിലേക്ക് ആക്കിയാൽ മതി. ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മുക്കലിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഒന്ന് മുക്കിയാൽ മതി. പിന്നെ ഇവർക്ക് ക്ഷീണത്തിനും കാര്യത്തിനും നമ്മൾ നല്ല വെള്ളം കൊടുക്കണം കേട്ടോ. അധികമില്ല, ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ വൈറ്റമിൻ്റെ ഗുളിക ന്യൂറോബയോണൊക്കെ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അതേപോലെ പഞ്ചസാര ഇട്ട വെള്ളമൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇനി അടുത്തൊരു ഡേ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.